കിട്ടില്ലായിരുന്നു. അതായത് ഇത്തവണ കണ്ട ഏറ്റവും വെച്ച മലയാള സിനിമ. ബ്രില്യൻ സ്ക്രിപ്റ്റിംഗ് ആണ്, ബ്രില്യൻ ഡയറക്ടിങ്. നമ്മൾ സ്റ്റീരിയോടിപ്പിക്കലായി കാണുന്ന അവാർഡ് പടം അങ്ങനെ ഒരു ഇതല്ല. ഒരു സെക്കൻഡ് പോലും ബോറടിക്കാത്ത രീതിയിൽ സ്ക്രിപ്റ്റിംഗ് കൊണ്ടുപോയിട്ടുണ്ട്. മെയിൻ സ്ട്രീമിലും അത്യാവശ്യം നല്ല രീതിയിൽ കളക്ട് ചെയ്യാൻ പോലും സാധ്യതയുള്ള സിനിമയാണ്. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത്തവണത്തെ IFFKയിൽ ഏറ്റവും കൂടുതൽ പേര് റെക്കമെൻഡ് ചെയ്ത മലയാളത്തിൽ നിന്നും റിലീസ് എത്തുന്ന വിനയ് ഫോർട്ട് ചിത്രം ആട്ടം. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ കിടിലൻ റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും IFFKയിൽ ആട്ടം കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് അവരുടെ റെസ്പോൺസും റിയാക്ഷൻസും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചേക്കാം. ആട്ടം റിവ്യൂലേക്ക്. കിട്ടില്ല എക്സ്പീരിയൻസ്. ഈ വർഷത്തെ IFFKയിൽ ഏറ്റവും മികച്ച പടമാണിത്. അടുത്ത ആഴ്ച റിലീസ് ഉണ്ട്. തിയേറ്ററിൽ വർക്ക് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ടോട്ടലി എങ്ങനെയാണ് സ്റ്റോറി മേക്കിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ? എല്ലാം അടിപൊളി. ഒന്നും പിന്നിൽ നിൽക്കുന്നില്ല. അഭിനയിച്ച എല്ലാവരും ലാഗടിച്ചതില്ല, ഒന്നുമില്ല. നല്ല എനിക്ക് നിലത്തിരുന്നാണ് കണ്ടത്. എന്നിട്ട് കൂടി നല്ല എക്സ്പീരിയൻസ്. സ്റ്റോറി കുറെ കൂടെ എന്താ പറയുക എൻഗേജിങ് ആയിരുന്നു. തീരെ ബോറടിപ്പിച്ചില്ല. ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക. അവസാനം വരെ ഒരു ആൻസർ തപ്പി പോവാതെ കുറച്ചുകൂടെ രസമായിട്ട് തോന്നി. അടിപൊളി പടം ആട്ടം. നല്ല സബ്ജക്റ്റാണ്. കുറഞ്ഞ ലൊക്കേഷൻസും കുറച്ച് ക്യാരക്ടേഴ്സുകളും പക്ഷെ ഭയങ്കര വെൽ ഡിഫൈൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് 12 ആംഗ്രി മാൻ ഒരു ടച്ചിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രിമൈസിലുള്ള ഒരു ഡ്രാമയാണ്. ഭയങ്കര എല്ലാവരും നല്ല പെർഫോമൻസുമാണ്, നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്. ഒരു സെക്കൻഡ് പോലും ബോറടിക്കാത്ത രീതിയിൽ സ്ക്രിപ്റ്റിംഗ് കൊണ്ടുപോയിട്ടുണ്ട്. മെയിൻ സ്ട്രീമിലും അത്യാവശ്യം നല്ല രീതിയിൽ കളക്ട് ചെയ്യാൻ പോലും സാധ്യതയുള്ള സിനിമയാണ്. കിട്ടില്ലായിരുന്നു. അതായത് ഇത്തവണ കണ്ട ഏറ്റവും വെച്ച മലയാള സിനിമ. സ്ക്രിപ്റ്റ് കിട്ടില്ല. സ്ക്രിപ്റ്റ് ആണ്. ആക്ടിങ് നല്ല ഭയങ്കര രസമാണ്. ഐ എം വെരി മച്ച് സാറ്റിസ്ഫൈഡ്. ഇത്രയും സാറ്റിസ്ഫൈഡ് ആയ പടം ഈ വർഷം IFFKയിൽ കണ്ടു. ബട്ട് ദിസ് ഇസ് വൺ ഓഫ് ദം ആൻഡ് ഐ എം വെരി സാറ്റിസ്ഫൈഡ്. ഐ ജസ്റ്റ് ലവ് ദ മൂവി. നോർമൽ ഫിലിം ഫെസ്റ്റിവലിൽ കാണുന്ന ആ ഒരു ജോണത്തെ ഇപ്പോൾ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എങ്ങനെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? അല്ല, നമ്മൾ സ്റ്റീരിയോടിപ്പിക്കലായി കാണുന്ന അവാർഡ് പടം അങ്ങനെ ഒരു ഇതല്ല. അങ്ങനെ ഒരു പടം അങ്ങനെ കാണുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എല്ലാം നല്ല മൂവീസാണ്. അപ്പോൾ മെയിൻ സ്ട്രീമിൽ ഈ ഒരു സിനിമ എങ്ങനെയാണ് ആൾക്കാർ ഏറ്റെടുക്കുന്നത്? മെയിൻ സ്ട്രീമിൽ അക്സെപ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പെർഫെക്റ്റ്ലി എക്സിക്യൂട്ടഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. നല്ല സിനിമയാണ്. മലയാളത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാവും. നല്ല എൻജോയ് ചെയ്തിരുന്ന കണ്ടതിലേറ്റവും മികച്ചത്. ഓക്കെ, എങ്ങനെയാണ് സിനിമയുടെ സ്റ്റോറിയും ഒരു സബ്ജക്ട് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ? മൊത്തത്തിൽ ടോട്ടലി നല്ലത് തന്നെ. ലീക്കാതിരിക്കട്ടെ, എല്ലാവരും തന്നെ കാണട്ടെ. ഓക്കെ, ബ്രില്യൻ സ്ക്രിപ്റ്റിംഗ് ആണ്, ബ്രില്യൻ ഡയറക്ടിങ് ആണ്, അഭിനയമൊക്കെ അടിപൊളിയാണ്. നല്ല പടം. കൂടുതൽ ആളുകൾ കാണാൻ ചാൻസ് കുറവാണ് നമ്മുടെ ഈ സമൂഹത്തിൽ. ഇത്തരം സിനിമകൾ ആൾക്കാർ ഏറ്റെടുക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും വിജയിക്കുന്നുണ്ടാവും തോന്നുന്നു. മുഴുവൻ സമയം എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഭയങ്കര ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പടമായിരുന്നു. ടോട്ടലി എങ്ങനെയാണ് സിനിമ? നല്ല സ്ക്രീൻ പ്ലേ, ആക്ടിങ് എല്ലാം നല്ലതായിരുന്നു. ഞാൻ ഭയങ്കര ഇമോഷണലായി ടുവേർഡ്സ്. ആൻഡ് എനിക്ക് ആ ഫീമെയിൽ ക്യാരക്ടർ ഗോ ത്രൂ ചെയ്യുന്നത് വളരെ ഒരുമാതിരി വൃത്തികെട്ട അവസ്ഥയാണ്. ആർക്കും വരരുതെന്ന് തോന്നി. ഈ സിനിമ മെയിൻ സ്ട്രീമിൽ ഓടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ഡ്രാമ കാറ്റഗറി ആണെങ്കിൽ പോലും മൂവി ഭയങ്കര എൻഗേജിങ് ആണ്. ഒരിക്കലും നോർമൽ ഫെസ്റ്റിവൽ മൂഡ് മാത്രമല്ല, ഈ മൂവി എൻഗേജിങ് കൂടെ ആയതുകൊണ്ട് ഒബ്വിയസ്ലി I said that it's very good when you put yourself on the place of it. It means like empathy. It works with empathy. I adore it. ഫ്രണ്ട്സ്, അപ്പോൾ IFFKയിൽ ആട്ടം കണ്ടിറങ്ങിയ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ വലിയ ഹൈപ്പില്ലാതെ വന്ന മലയാളത്തിൽ നിന്നും IFFKയിൽ എത്തിയ ഒരു ചിത്രമാണ്. അത് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കിട്ടുന്ന റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ജനുവരി 5 സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആട്ടം കണ്ടവരൊക്കെ ആണെങ്കിൽ കമൻറ്റ് ഇടുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രാവശ്യത്തെ IFFKക്കൊക്കെ ഉണ്ടായിരുന്നായിരുന്നെങ്കിൽ ഈ വർഷം കണ്ട നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.